ഗാർഹിക പീഡനം സംഭവിച്ച ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയി നിയമസഹായം തേടാവുന്നതാണ്. കോടതി മുഖാന്തരം എന്തെല്ലാം നിയമസഹായം ലഭിക്കുന്നുവെന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ ഓർഡർ, മോണിറ്ററി റിലീഫ്, റെസിഡൻസ് ഓർഡർ, കസ്റ്റഡി ഓർഡർ, കോമ്പൻസേഷൻ ഓർഡർ. പ്രൊട്ടക്ഷൻ ഓർഡർ സെക്ഷൻ 18 DV ആക്ടിലാണ് പ്രൊട്ടക്ഷൻ ഓർഡർ പറയുന്നത്. Prevents the respondent from committing any act of domestic violence, entering the woman's place of work, communicating with her, or alienating assets, causing violence to the dependents, other relatives, or any person who give the aggrieved person assistance from domestic violence. പ്രൊട്ടക്ഷൻ ഓർഡർ സ്ത്രീയെ സുരക്ഷിതമായി ജീവിതം നയിക്കാൻ സഹായിക്കുന്ന കോടതി ഉത്തരവാണ്. എതിർകക്ഷി പരാതിക്കാരിയെ നിരന്തരം ഫോൺ വഴിയോ നേരിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ശല്യപ്പെടുത്താൻ ശ്രമിക്കുകയോ പരാതിക്കാരിയെ സംരക്ഷിക്കുന്നവരെ ഉപദ്രവിക്കുകയോ പരാതിക്കാരിയുടെ സ്വത്തുവകകൾ ആലിനേറ്റ് ചെയ്യുകയോ ചെയ്താൽ ഇത്തരം സംഭവങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓർഡർ ഉത്തരവാകുന്നതാണ്. ഇനി ഈ പ്രൊട്ടക്ഷൻ ഓർഡർ വയലേറ്റ് ചെയ്താൽ എന്താണ് പനിഷ്മെന്റ് എന്ന് നോക്കാം. A breach of protection order or of an interim protection order by the respondent shall be an offence under this Act and shall be punishable with imprisonment of either description for a term which may extend to 1 year or with fine which may extend to 20,000 rupees or with both. Residence order section 19 പറയുന്നത് ensure the woman's right to reside in the shared household regardless of ownership. Court can restrain respondent from dispossessing her or direct him to arrange alternate accommodation. പരാതിക്കാരി താമസിച്ചു വന്നിരുന്ന വീട്ടിൽ തുടർന്നും താമസിക്കുവാനുള്ള അവകാശം ഉറപ്പിക്കുന്നതാണ് റെസിഡൻസ് ഓർഡർ. ഒരു പരാതിക്കാരിയെ താമസിച്ചു വരുന്ന വീട്ടിൽ നിന്നും പുറത്താക്കുന്നത് തടയാനോ അതുപോലെ ആവശ്യമെങ്കിൽ വേറൊരു താമസ സൗകര്യം ഒരുക്കാനും പ്രതിയോട് നിർദ്ദേശിക്കാനും ഈ ഉത്തരവിലൂടെ കോടതിക്ക് സാധിക്കും. മോണിറ്ററി റിലീഫ് സെക്ഷൻ 20 മോണിറ്ററി റിലീഫ് പറയുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ മെയിൻ്റനൻസ്, ലോസ് ഓഫ് ഏർണിംഗ്സ്, മെഡിക്കൽ എക്സ്പെൻസസ്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ എക്സെട്ര. സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുവാനുള്ള ഉത്തരവാണിത്. ചികിത്സാ ചെലവ്, മക്കളുടെ വിദ്യാഭ്യാസ ചെലവ്, ദൈനംദിന ജീവിത ചെലവ് എന്നിവയെല്ലാം ഇതുവഴി കോടതിക്ക് ഉത്തരവിടാം. കസ്റ്റഡി ഓർഡർ സെക്ഷൻ 21 കസ്റ്റഡി ഓർഡറിനെ കുറിച്ച് പറയുന്നത്. ഗ്രാൻസ് ടെമ്പററി കസ്റ്റഡി ഓഫ് ചിൽഡ്രൻ ടു ദ അഗ്രീവ്ഡ് വുമൺ. കോമ്പൻസേഷൻ ഓർഡർ സെക്ഷൻ 22 പറയുന്നത് orders respondent to pay damages for physical or mental injury caused by acts of domestic violence. പരാതിക്കാരിക്ക് എതിർകക്ഷികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക മാനസിക പീഡനം സംഭവിച്ചാൽ കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവാണ് കോമ്പൻസേഷൻ ഓർഡർ. File a complaint under the DV Act. You can file through any of the following. Protection officer. Protection officer is appointed by the government. Service provider, police officer, and directly to the magistrate court. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നിട്ട് 20 വർഷം തികയുകയാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിരവധി സ്ത്രീകളാണ് ഗാർഹിക പീഡനം അനുഭവിക്കുന്നത്. ഗാർഹിക പീഡനം നേരിടാനുള്ള കരുത്ത് സ്ത്രീകൾ ആർജിക്കുകയും യഥാസമയം നിയമസഹായം തേടുകയും വേണം. ഇത്തരം സംഭവങ്ങളെ അതിജീവിച്ച് സമൂഹത്തിൽ കരുത്താർജിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ആത്മഹത്യ ഒരു മാർഗമായി സ്വീകരിക്കാതെ ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ലോകാസ്റ്റ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ.